മകളെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ സുപ്രീം കോർട്ട് വിധി എന്താവും എന്നുള്ളതിൻ്റെ കാത്തിരിപ്പിലാണ്. സത്യം പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരേക്ക് പല ആളുകൾക്കും വലിയൊരു സമാധാനമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ആൾക്കാർ റിസൾട്ട് വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, റിസൾട്ടിന് ശേഷം വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് എന്തായാലും ഒരു ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് ഇന്ന് സുപ്രീം കോടതിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത്. രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ ഈ കേസ് വീണ്ടും പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. പക്ഷെ ഇത്രത്തോളം കുട്ടികൾക്ക് ബാധിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്നത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വെച്ചിട്ട് 2-3 കാര്യങ്ങൾ നമ്മുടെ NTA-യുടെ അടുത്ത് അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ അടുത്ത് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സാമിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണെങ്കിൽ എക്സാം റീകണ്ടക്ട് ചെയ്യണം. അത് അവസാനത്തെ ഒരു ഓപ്ഷനാണ്. അതെല്ലാം പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ, ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ ഉള്ള 3-അംഗ ബെഞ്ചായിരുന്നു ഇതിനെക്കുറിച്ച് കേസുകൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതിൽ ഇന്ന് CBIയുടെ സൈഡിൽ നിന്ന് സത്യവാങ്മൂലം വരും. ഇന്നലെ ഓൾറെഡി NTA-യുടെയും കേന്ദ്രത്തിൻ്റെയും സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും പലരും കണ്ടു കാണും. അതിൽ മെയിനായിട്ട് ഉന്നയിച്ച കുറച്ച് കാര്യങ്ങൾ, ഒരിക്കലും കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എക്സാമിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ എക്സാം എന്തായാലും റീകണ്ടക്ട് ചെയ്യണം. പക്ഷെ അതിനവർ പറഞ്ഞത് ഒരിക്കലും എക്സാമിൻ്റെ ഒരു പവിത്രത നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടില്ല. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും ടെലഗ്രാം ചാനലുകളിലൂടെയൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് അത് റീക്രിയേറ്റ് ചെയ്യപ്പെട്ട സാധനങ്ങളാണ്. അത് എക്സാം കഴിഞ്ഞ ദിവസം 5:40 മാത്രമാണ് ഇത് ടെലഗ്രാമിലേക്കൊക്കെ പോയതെന്നൊക്കെയുള്ള കുറേ ഡാറ്റാസ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. പിന്നെ IIT മദ്രാസിലെ ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടെ തന്നെ ഇവർ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയപ്പോൾ എക്സാമിൽ 25% പോർഷൻസ് കട്ട് ഷോട്ട് ചെയ്തതിനെക്കുറിച്ചും ആ 25% പോർഷൻസ് കട്ട് ഷോട്ട് ആയപ്പോൾ എക്സാം ഈസി കൂടെ ആയപ്പോൾ അതുകൊണ്ടാണ് ഇത്രത്തോളം ആളുകൾ ടോപ്പ് റിസൾട്ടിലേക്ക് വന്നതെന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് സത്യത്തിൽ IIT മദ്രാസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ ഡാറ്റ അനലിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ പ്രോപ്പറായിട്ട് വിശകലനത്തിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടെ സുപ്രീം കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇനി CBIയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ത്, അതുമാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. NTA കേന്ദ്രം വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ സൈഡ് ഭംഗിയായിട്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു രീതിയിലും വേറെ രീതിയിലൊരു തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ഈവനിങ് 5 മണിക്കുള്ളിൽ തന്നെ അവർ സത്യവാങ്മൂലം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ, ലിസ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ പല ഗ്രൂപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. കുറേ പേപ്പറിലൂടെ നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ ഒരു റീനീറ്റിനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ മറിച്ച് ഇനി CBIയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ എന്താണോ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇനി എക്സാമിൻ്റെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് നിന്നുകൊണ്ട് എന്നും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ എക്സാമിന് ടോപ്പ് റിസൾട്ടിലേക്ക് എത്തുന്ന കുട്ടികളും അതുപോലെ തന്നെ സ്വപ്നം കണ്ട ഒരു കൂട്ടം ആളുകളാണ്. 640-ലും 650-ലും ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന കുട്ടികളാണ്. എന്തിന് 655 ആണെങ്കിലും 56 ആണെങ്കിലും ഈ വർഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന മക്കളാണ് ഇവരെല്ലാവരും. എത്രത്തോളം കുട്ടികളുണ്ടാവും? ഒരു 640-ക്കും 656-നും ഇടയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം കുട്ടികളുണ്ട്. ഇവരാരും തന്നെ പഠിക്കാൻ മിടുക്കരല്ലാത്തത് കൊണ്ടല്ല, ഇവരെല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളാണ്. ഇനി 630 ആയിക്കോട്ടെ, അവരും കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നും JPC ഇന്നും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു റീനീറ്റിനുള്ള സാധ്യതകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ തന്നെയെന്നും JPC തയ്യാറായിട്ടുള്ളൂ. ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കുട്ടികളുടെ വിഷമങ്ങളും കൂടെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഒരു കാര്യം കൂടെ പറയാം, ഇവിടെയും ഉണ്ട് 711. വെറും 224 കുട്ടികൾ പഠിച്ച JPCയിലും 711, 701 ഒക്കെ വന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റുഡൻസിൽ നിന്നാണ് JPC റിസൾട്ട് ഉണ്ടാക്കിയത്. അല്ലാതെ കുറേ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾ വന്നിട്ട് അതിൽ നിന്നുണ്ടാക്കിയ റിസൾട്ട് അല്ല JPCൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡിൽ നിങ്ങളോട് പറയാണ്, എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് JPC എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ, അതുമായിട്ട് മൈൻഡിനെ കോപ്പപ്പ് ചെയ്യാൻ പല കുട്ടികൾക്കും പറ്റാതെ വരും. ഈ ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആദ്യം മുതലേ
അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് എന്നും നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇന്നത്തെ വിധി എന്തു തന്നെ വന്നാലും ശരി, അതിനെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. നിങ്ങളോട് പറയാനുള്ളത്, എന്ത് രീതിയിലാണെങ്കിലും ശരി, നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിട്ട് അല്ലെങ്കിൽ ഇനിയൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മക്കൾ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീടാണ്. മനസ്സിനെ നന്നായിട്ട് ഇരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ തീരുമാനം എടുക്കണം. അപ്പം വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഈ വിധി വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. എന്തായാലും നല്ലൊരു വിധിക്കായിട്ട് നമുക്ക് ഓരോരാൾക്കും കാത്തിരിക്കാം. ഓക്കെ മക്കളെ, എന്നും ഉണ്ടാവും കൂടെ JPS, എപ്പോഴും എല്ലാ സപ്പോർട്ടിനും. ഇനി മുന്നോട്ട് എന്ത് തന്നെ വന്നാലും അതിലും കൂടെ നിൽക്കും നിങ്ങളുടെ കൂടെ. അല്ലാതെ ഒരു ഭാഗത്തുനിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ JPSന് പറ്റൂല. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളുടെ മനസ്സ് വായിക്കാൻ അറിയുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ് JPSലുള്ളത്. ഓക്കെ, താങ്ക് യു.